നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് എന്താണെന്ന് വെച്ചാൽ വാലർ ബോട്ടിൻ്റെ ഡേ 2 ട്രേഡ്സും പിന്നെ എന്ത് പ്രോഫിറ്റാണോ ലോസാണോ ഉണ്ടായത് അങ്ങനെയുള്ള ഒരു ഡീറ്റെയിലും ബൈയും സെല്ലും നടന്നതിൻ്റെ ഒരു ഇതൊക്കെ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ വാലറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ബൈനാൻസായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ USDT വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബോട്ട് ബൈയും ബിറ്റ് കോയിൻ ബൈ ചെയ്യും കുറഞ്ഞിരിക്കുമ്പോൾ, പിന്നെ ബിറ്റ് കോയിൻ കൂടുമ്പോൾ സെല്ല് ചെയ്തിട്ട് USDT ആക്കും. അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ ബോട്ടിൻ്റെ മെയിനായിട്ടുള്ള ഡ്യൂട്ടി എന്ന് വെച്ചാൽ. അപ്പോൾ ഈ ബോട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ ആക്ടിവേഷനും രജിസ്ട്രേഷനും പിന്നെ പ്ലാൻ സെലക്ഷൻ, അതായത് പ്ലാൻ സെലക്ഷൻ എന്ന് വെച്ചാൽ ആക്ടിവേഷൻ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും പിന്നെ API ലിങ്കിങ് എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. എങ്ങനെയാണ് ലിങ്ക് ചെയ്യണേ അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ സ്വന്തം റിസ്ക് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബോട്ടിൻ്റെ ഈ ഒരു ബോട്ടിന് ബൈനാൻസിൽ കിടക്കുന്ന ഫണ്ട് അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആകെ ബൈ ആൻഡ് സെല്ല് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ, ട്രേഡ് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ, വിഡ്രോ ചെയ്യാനോ അങ്ങനെ ഒന്നിനും പറ്റില്ല. അപ്പോൾ ഈ ഒരു ബോട്ടിന് ഭാവിയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഫണ്ട് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവേഷൻ ചാർജ് 1 ഇയറിലായിട്ട് കൊടുക്കുന്ന ആക്ടിവേഷൻ ചാർജ് മാത്രമാണ് പോകുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അത് ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ട്രേഡ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ബോട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി മനസ്സിലാവും. ഓരോ ഡൗൺ വരുന്നുള്ള ഉറപ്പ് വരുമ്പോൾ തന്നെ ഇത് സെല്ലാക്കി നമുക്ക് ക്യാപിറ്റൽ ഏകദേശം നമുക്ക് സെറ്റാക്കി തരണ്ട്. ഇപ്പോഴത്തെ മാർക്കറ്റ് ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബോട്ടിനും ഇത്തിരി ബുദ്ധിമുട്ടാണ് ട്രേഡ് ചെയ്യാനായിട്ട്. പക്ഷേ എന്നാലും നമ്മുടെ ക്യാപിറ്റലിൽ മാക്സിമം ലോസ് കുറച്ചിട്ടാണ് ട്രേഡ് ചെയ്യണത്. പ്രോഫിറ്റ് വരാനായിട്ട് ടൈം എടുക്കും. ആകെ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് 1 ഡേ ആണ് എൻ്റെ ശരിക്കും ആവുള്ളൂ. ഇന്നലെ 3:30-ക്കാണ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് 3:30 ആകുമ്പോൾ 1 ഡേ ആണ് ശരിക്കും ആവുള്ളൂ. പക്ഷേ ഞാൻ ഡേറ്റ് വൈസ് പറയുകയാണെങ്കിൽ ഡേ 2 ആണ് എൻ്റെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡേ 2 കാണിച്ചു തരാൻ പോകുന്നത്. എൻജോയ് ടെക് വിത്ത് എനിക്ക് നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ 3 ലൈൻസ് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ഈ ഒരു യൂസർ ഡാഷ്ബോർഡിലായിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ബൈനാൻസിൽ എത്ര USDT ഉണ്ട്, BTC എത്ര ബാക്കിയുണ്ട് എന്നുള്ളതൊക്കെ കാണാൻ പറ്റും. ഇപ്പം എൻ്റെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ BTC മേടിച്ചു. അപ്പോൾ തൊട്ട് മുമ്പ് വരെ USDT ആക്കി വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ BTC ഏറ്റവും താഴെ എത്തി എന്നുള്ളൊരു സിഗ്നൽ കിട്ടിയപ്പോൾ BTC വാങ്ങിച്ചു. 0.00248 BTC വാങ്ങിച്ചു. USDT ഫുള്ള് കൊടുത്തിട്ട് BTC വാങ്ങിച്ചു. BTCയുടെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് വെച്ചാൽ $20,070. പ്രോഫിറ്റ് ഇവിടെ കാണിച്ചിട്ട് 0.14 USDT നമുക്ക് കിട്ടേണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എനിക്ക് ഓവറോൾ ഞാൻ ബൈനാൻസിൽ നിന്ന് കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് പ്രോഫിറ്റ് ഒന്നും കാര്യമായിട്ട് കാണുന്നില്ല. ജസ്റ്റ് ഇതിലിങ്ങനെ കാണിച്ചിട്ടുണ്ടെന്നുള്ളൂ. ഏകദേശം ക്യാപിറ്റൽ തന്നെ സേവായി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ബൈനാൻസിലെ ട്രേഡ് കാണിച്ചു തരാം. ബൈനാൻസിലായിട്ട് പോയി കഴിയുമ്പോൾ ബൈനാൻസിലാണ് നമുക്ക് ട്രേഡ് ഈസി ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇതിൽ നമുക്ക് ട്രേഡ് കാണാൻ പറ്റും. ഇവിടെ പോയി കഴിഞ്ഞാൽ ട്രേഡ് കാണാൻ പറ്റും. പക്ഷേ അതിലെ ഓരോ കോഡ് ടൈപ്പ് രീതിയിലാണ് അതിൽ ചോദിച്ചത്. അതുകൊണ്ട് ഈ ട്രേഡ് ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് കാണാൻ പറ്റും. പക്ഷേ അത് നമുക്ക് മനസ്സിലാക്കണേക്കാളും എളുപ്പം ബൈനാൻസിൽ നോക്കുമ്പോൾ മനസ്സിലാക്കണതാണ്. ഇവിടെ ന്യൂ ഓർഡർ ID എന്നൊക്കെ പറഞ്ഞ് കാണിച്ചാണ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിറ്റ് കോയിൻ ബൈ ചെയ്തതിൻ്റെ ID ആണ്. ന്യൂ ബൈ ആണ് കണ്ടോ, ബിറ്റ് കോയിൻ ഇപ്പോൾ ബൈ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു ഓർഡർ ID ആണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ കണ്ടീഷനൊക്കെ മാച്ചായാൽ മാത്രമാണ് ബൈ ചെയ്യുള്ളൂ. ചില സെർട്ടൻ കണ്ടീഷൻസൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഒരു ബൈയിങ് സെല്ലിംഗ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ ഇത് കാണിച്ച് മനസ്സിലാക്കണേക്കാൾ നല്ലത് നമുക്ക് ബൈനാൻസിൽ ലൈവായിട്ടുള്ള ട്രേഡ് കാണാൻ പറ്റും. അപ്പോൾ ബൈനാൻസ് ഞാൻ എടുക്കുവാണ്. ബൈനാൻസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ റീഫ്രഷ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ആ ഒരു USDT കൊടുത്തിട്ട് BTC ബൈ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ $49.92 BTC ബൈ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഏകദേശം നമ്മുടെ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ $50 അപ്പോൾ ഇപ്പോൾ 49.92 ആണ് ശരിക്കും പറഞ്ഞാൽ ഡേ 2 റിസൾട്ട് എന്ന് വെച്ചാൽ. പിന്നെ ഇവിടെ നമ്മൾ ഈ ഒരു ട്രേഡ്, ഈ ഒരു സെറ്റിങ്സ് പോലത്തെ ഈ ഒരു റൈറ്റ് സൈഡിൽ ടോപ്പിലുള്ള ഈ ഒരു ലിസ്റ്റ് പോലത്തെ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ട്രേഡ്സിൽ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ട്രേഡ് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇന്നലെ 11:30 ഒരു സെല്ല് എടുത്തതാണ് USDT. അതെന്ന് വെച്ചാൽ ബിറ്റ് കോയിൻ വീണ്ടും ക്രാഷിലായിട്ട് പോകാമെന്നുള്ളൊരു ഐഡിയ കിട്ടിയപ്പോൾ സെല്ല് എടുത്തതാണ്. പിന്നെ ബൈ ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ അത് നോക്കിയിരിക്കുമായിരുന്നു. അതായത് ബിറ്റ് കോയിൻ ക്രാഷിലായിട്ട് പോകാമെന്നുള്ളൊരു ഐഡിയ കിട്ടിയപ്പോൾ BTC സെല്ലാക്കിയതിന് ശേഷം നോക്കിയിരിക്കുമായിരുന്നു. അതിലും താഴെ, അതായത് ഈ 19,687 താഴെ വന്നാൽ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട്
രാവിലെ 10 മണിക്ക്, ഇന്ന് രാവിലെ 10 മണിക്കാണ് അടുത്ത ട്രേഡ് എടുത്തത്. അപ്പോൾ അത് ഇനി താഴത്തോട്ട് വരില്ല എന്നുള്ളൊരു തോന്നൽ തോന്നിയിട്ട് അടുത്ത ട്രേഡ് എടുത്തതാണെന്ന് വെച്ചാൽ അടുത്ത ബൈ നടന്നതാണ് 20,373 ഒരു ബൈ നടന്നു. അത് $49.71 ഫുള്ള് വെച്ചിട്ടാണ് ബൈ നടന്നതാണ്. പിന്നെ സെല്ലിടുന്നപ്പോൾ പിന്നെ താഴത്തോട്ട് പോകാമെന്നൊരു സിഗ്നൽ കിട്ടിയപ്പോൾ സെല്ലിടുന്നു. പക്ഷേ നമ്മൾ നഷ്ടത്തിലാണ് സെല്ല് ചെയ്തത്. 49.21 ആണ് കേട്ടോ ടോട്ടൽ നമുക്ക് സെല്ല് ചെയ്തപ്പോൾ കിട്ടിയത്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബൈ വീണ്ടും നടന്നപ്പോൾ 49.13 ബൈ ചെയ്തു. പിന്നെ ഇവിടെ BTC ഇത്തിരി ഡോളറിന് സെല്ല് ചെയ്താണ് കേട്ടോ, $10. അങ്ങനെ കുറേ ട്രേഡ് നടന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത ട്രേഡ് എന്ന് വെച്ചാൽ $38 ബൈ ചെയ്തതാണ്, $38 സെല്ല് ചെയ്തതാണ്. $10 ആദ്യം സെല്ല് ചെയ്തു. പിന്നെ ഇവിടെ $38 വീണ്ടും സെല്ല് ചെയ്തു. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ അടുത്ത ട്രേഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ നടന്ന ട്രേഡാണ്, അതായത് ബൈ ചെയ്തില്ല, ഇപ്പോൾ ബൈ ചെയ്ത ആ ഒരു ട്രേഡാണ് നടന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ $49.41 BTC ബൈ ചെയ്തു. അതാണ് ഇപ്പോൾ അവസാനത്തെ ട്രേഡ്. അത് ഞാൻ ചാർട്ടിൽ കാണിച്ചു തരാം. ചാർട്ടിൽ നോക്കാനായിട്ട് ഈ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് BTC/USDT എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. BTC/USDT സെലക്ട് ചെയ്യാം. BTC/USDT സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 അവർ നോക്കുകയാണെങ്കിൽ 1 അവർ ചാർട്ട് കാണാൻ പറ്റും, 15 മിനിറ്റ് നോക്കുകയാണെങ്കിൽ 15 മിനിറ്റ് ചാർട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ സെല്ലും ബൈയും ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു സെല്ല് നടന്നുണ്ട്, ഒരു ക്രാഷ് വന്നതിന് മുമ്പ് ഒരു സെല്ല് നടന്നു, സെക്കൻഡ് പോയിന്റ്. പിന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത ബൈ ഒരു ഡൗണിലെത്തിയപ്പോൾ ബൈ നടന്നു. പിന്നെ ഇത്തിരി ടോപ്പിൽ പോയപ്പോൾ സെല്ല് നടന്നു. പിന്നെ ബൈ ഏറ്റവും താഴെ എത്തിയപ്പോൾ ബൈ നടന്നു. പിന്നെ ഇച്ചിരി ടോപ്പിലോട്ട് പോയപ്പോൾ സെല്ല് നടന്നു. അപ്പോൾ അവിടെ സെല്ല് നടന്നു കഴിഞ്ഞപ്പോൾ ഇത്തിരി താഴത്തോട്ട് പോയി കാര്യം. ഇവിടെ ഒരു റെഡ് കണ്ടോ, ഈ ചെറിയൊരു റെഡ് ഇത്തിരി താഴത്തോട്ട് പോയി, അതുകൊണ്ടാണ് അവിടെ സെല്ല് നടന്നത്. പക്ഷേ വീണ്ടും അത് മുകളിലായിട്ടാണ് പോയത്. ഞാൻ പറഞ്ഞില്ലേ 20,000 പോയി, 19 സെല്ല് നടത്തിയിട്ട് 20,000 പോയി. അപ്പോൾ ഇനി അത് താഴത്തോട്ട് പോകില്ല എന്നുള്ള സിഗ്നൽ കിട്ടിയപ്പോൾ വീണ്ടും കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത ബൈ നടന്നിട്ടുണ്ട്. അടുത്ത ബൈ നടന്നു. പിന്നെ അത് ഡൗൺ ആയി വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത സെല്ല് നടന്നു. അടുത്ത സെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഇവിടെ എന്തായാലും ഇനി താഴത്തോട്ടാണ് പോകണമെന്നുള്ളൊരു സിഗ്നൽ കിട്ടിയപ്പോൾ ഇനി നമ്മുടെ ക്യാപിറ്റൽ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇതിവിടെ അടുത്ത സെല്ല് നടന്നുണ്ട്. ഈ ഒരു പോയിൻ്റാണ്. പിന്നെ അതായത് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന രണ്ടാമത്തെ ആ സെല്ലെന്ന് പറഞ്ഞ പോയിന്റ്. പിന്നെ ഇവിടെ ഏറ്റവും താഴത്തോട്ട് വീണ്ടും വന്നു കഴിഞ്ഞപ്പോൾ ഒരു ബൈ നടന്നിട്ട് ഇവിടെ ഇങ്ങനെ കയറിപ്പോയി. പിന്നെ ഇവിടെ ടോപ്പിലെത്തിയപ്പോൾ വീണ്ടും ഒരു സെല്ല് നടന്നിട്ടുണ്ട്. പിന്നെ അത് നല്ല രീതിക്ക് താഴത്തോട്ട് വന്നു. ആ സെല്ല് കഴിഞ്ഞ് പിന്നെ നല്ല രീതിക്ക് താഴത്തോട്ട് വന്നു. 20,030 ആ റേഞ്ചിലോട്ട് വന്നു. അപ്പോൾ അവിടെ വീണ്ടും ഒരു ബൈ നടന്നപ്പോൾ ഇപ്പോൾ കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 123 നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബൈ ചെയ്തതിനേക്കാളും കൂടുതൽ പ്രൈസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ക്യാപിറ്റൽ ഇപ്പോൾ ഏകദേശം സേഫ് തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ വാലറ്റിൽ പോയി കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ ഈ ഒരു ഡോളർ റേറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. $49.93 ബിറ്റ്കോയിൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ഏകദേശം സേഫാണ്. അപ്പോൾ ഇതാണ് കറണ്ട് സ്റ്റാറ്റസ്, രണ്ടാമത്തെ ഡേയിലെ സ്റ്റാറ്റസ് ഇതാണ്. അപ്പോൾ നാളത്തെ സ്റ്റാറ്റസ് നമുക്ക് നാളെ നോക്കാം. അപ്പോൾ ഇത്രയും ട്രേഡാണ്, ആകെ കുറച്ച് ട്രേഡാണ് ഇന്ന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ട്രേഡാണ് ഇന്ന് ബോട്ട് എടുത്തത്. അപ്പോൾ ബോട്ട് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ബൈനാൻസ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് USDT വാങ്ങിച്ചിട്ട് ആ USDT വെച്ച് ഈ ബോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ട്രേഡ് നടത്തിക്കോളും. അപ്പോൾ അതിൻ്റെ 30 ഡേ പ്രോഫിറ്റ് ടെസ്റ്റാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് Day 2 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.